എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ രണ്ട്. ആരൊക്കെയാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അവരോടൊപ്പം അല്ല ഒരെണ്ണം കൂടെ ഉണ്ട്. എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ അതുമായി ആനന്ദത്തോടെ ജീവിക്കുക. ആർ യു റെഡി? ഇന്നിൽ ജീവിച്ചവരാരും മരിച്ചു പോയിട്ടില്ല. ഭൂതത്തിലും ഭാവിയിലും ജീവിച്ചവരെല്ലാരും മരിച്ചുപോയി. നിങ്ങൾ ഇന്നിൽ ജീവിക്കാൻ റെഡിയാണോ? ഇന്നിൽ ജീവിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ചരിത്രം എഴുതും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 20-ാം നൂറ്റാണ്ടിലെ ഇരുകാലുള്ള കൊടുങ്കാറ്റെന്ന് ലോകം വിശേഷിപ്പിച്ച ജോർജ് ബെർണാൻഷയുടെ വാക്കുകൾ കേട്ടോ. ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ ഇന്നും ചെയ്തതിനു ശേഷം നാളെ റിസൾട്ടിന് വേണ്ടി മാറ്റം പ്രതീക്ഷിക്കുന്നവരാണ് ഈ ലോകത്തെ പമ്പര വെട്ടി അവനെ മുക്കാലിയിൽ കെട്ടിയിട്ടടിക്കണം. പറഞ്ഞേ, ഇപ്പൊ പറയും മുക്കാലിൽ കെട്ടിയിട്ടടിക്കണം. പറഞ്ഞേ, ഇന്നലെ വരെ ചെയ്ത കാര്യം. കാരണം എഴുന്നേറ്റത് രാവിലെ 9 മണി, കിടന്നത് ആർക്കും അറിയില്ല, എന്നോ എപ്പോഴോ കിടന്നുപോയി. മൊബൈലും താലോലിച്ച് കിടന്ന. ഇവിടെ അല്ല, നിങ്ങളുടെ അല്ല പറയുന്നത്. കിടന്നു. ഇന്നലെ എഴുന്നേറ്റ് അതേ സമയത്ത് എഴുന്നേറ്റ് 9 മണിക്ക്, ഇന്നലെ രാത്രി കിടന്ന അതേ സമയത്ത് കിടന്നു. ഉള്ള ഐസ്ക്രീം അതും അതെല്ലാം കണ്ട കടച്ചക്കറി എല്ലാം വലിച്ചു വാരി തിന്നു. ഒരു പുസ്തകം വായിച്ചില്ല, പുതിയതായിട്ട് ഒന്നും ചെയ്തില്ല. ഇന്ന് റിസൾട്ട് മാറ്റമുണ്ടോ? എന്തെങ്കിലും മാറ്റം വരുമോ? എങ്കിൽ ഇന്നലെ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തു. അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റു, ഒരു പുസ്തകത്തിന്റെ 2 പേജ് വായിച്ചു. നിങ്ങൾ ആഹാരം കൊണ്ട് തന്നപ്പോ അമ്മയ്ക്കൊരു നന്ദി പറഞ്ഞു. അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഈ ജന്തുവിനെ സൃഷ്ടിച്ചതിന് നന്ദി പറഞ്ഞു അമ്മ. അല്ലെങ്കിൽ അമ്മ വിചാരിച്ച് ഇതിന്റെ പകരം 10 തെങ്ങ് വെച്ചിരുന്നെങ്കിൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ കുറിച്ച് ചിന്തിച്ചതാ, ദൈവമേ ഈ സാധനം വെച്ച സമയത്ത് 10 മൂട് തെങ്ങായിരുന്നെങ്കിൽ. ഇപ്പൊ ചിലർക്ക് മനസ്സിൽ വിചാരിക്കുന്നത് സാർ വാഴയല്ലേ, വാഴ ഒറ്റ തവണ കുറയ്ക്കൂ. താൻ അതാ ചിന്തിച്ചത്. നിങ്ങളെല്ലാരും, ഞാനിത് പറഞ്ഞപ്പോ എല്ലാവർക്കും എല്ലാം അറിയാന്നേ. കാരണം എന്നെ സൃഷ്ടിച്ച സമയത്ത് തെങ്ങ് വെച്ചിരുന്നെങ്കിൽ